കലോത്സവത്തിലെ റിപ്പോർട്ടിംഗിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ സംഭവത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് ചുമത്തിയതായി റിപ്പോർട്ട്. ബാലാവകാശ കമ്മീഷന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ ഷഹബാസ്, കണ്ടാലറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടർ എന്നിവരടക്കം ആകെ 3 പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് DGP നൽകിയ പരാതി കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് ചാനലിലെ റിപ്പോർട്ടർ നടത്തിയ സംഭാഷണമാണ് കേസിന് ആധാരമായി മാറിയത്. പോക്സോ വകുപ്പിലെ 11, 12 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിയുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. നേരത്തെ ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധയാ കേസെടുത്തതെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നേരത്തെ പറഞ്ഞിരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം. ഇത് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലും സംഭവത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യാപകമായി വിമർശനമുയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഏറെക്കുറെ പേർ വീഡിയോ ഏറ്റെടുത്തിരുന്നു. വിവാദങ്ങൾക്ക് പുറമെ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് റിപ്പോർട്ടർ ചാനൽ വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു.